വന്നപ്പോഴത്തേക്കും നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു ഹോസ്പിറ്റൽ കാര്യമായിട്ട് നമ്മളിവിടെ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അവിടുന്ന് പുതിയ സ്ഥലത്തോട്ട് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിട്ടായിരുന്നു വന്നത്. പക്ഷെ വന്നപ്പോൾ ഭയങ്കര ഒരു കാട് പിടിച്ച സ്ഥലം, ചുറ്റും കാടാണ്, ഫുള്ളും കാടായിട്ട് ഫുള്ളും അവിടെ എല്ലാ ജീവികളും ഉണ്ട്. പന്നി, കഴുത, എലി, എല്ലാ ജീവികളും ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് വന്ന് പെട്ടത് ഗൈസ്. എന്താ ചെയ്യാനാണ്. ചുറ്റുവട്ടത്ത് 2-3 വീടൊക്കെ ഉണ്ട്. ഈ വീടുകളൊക്കെ ഈ ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്കായി വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വീടൊക്കെയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പുറത്ത് മാത്രമേ ഉള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര കാട് പിടിച്ചൊക്കെ മാതിരി നിൽക്കുന്നത്. പിന്നെ കേരളം ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പറാണ് ഗൈസ്. സത്യം പറയാലോ, സൂപ്പറാണ്. മാത്രമല്ല ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ് ഗൈസ്. നാട്ടിലത്തേനൊക്കെ കാട്ടിലും ഒരുപാട് ചൂടാണ് ഗൈസ്. ഇനി എന്തൊക്കെയായാലും ഒരാഴ്ചത്തേക്ക് വലുതായിട്ടൊന്നും പുറത്തോട്ട് ഇറങ്ങാതെ ഇവിടെ തന്നെ നിൽക്കേ നിവർത്തിയുള്ളൂ. ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഗൈസ്. എന്താ ചെയ്യാനാണ്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണാനുള്ള ഒരു കൗതുകത്തിന് ഞാനും കൂടെ പോയി. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് ഫുള്ളും കാട് പിടിച്ചൊക്കെ കിടക്കുകയാണെങ്കിലും ഹോസ്പിറ്റൽ അടിപൊളിയാണ്. നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നടന്നു പോകണമെന്നാണ് കരുതിയത്. പക്ഷേ ഗേറ്റിൻ്റെ അവിടെ തന്നെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാഹനം ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല മനോഹരമായ മരങ്ങളും ചെടികളൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മലയാളത്തിലെ മഹാനടൻ ജഗതി ശ്രീകുമാറിന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണ് ചികിത്സിച്ച് ഭേദമാക്കിയത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. എങ്കിലും ഹോസ്പിറ്റലും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.